അധിക സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കിക്കൊള്ളട്ടെ. രണ്ടാമത് ഇബാദാത്തുകളാണ്. ഇബാദാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശക്തമായ ഇബാദത്തിൽ നമ്മൾ അലങ്കരിക്കലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കലാണ്. ഹാജിയായി വന്നിട്ടും അതിന് പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ഹജ്ജിനെന്തോ പ്രശ്നമുണ്ട്, നമുക്കെന്തോ പ്രശ്നമുണ്ട്. പെണ്ണുങ്ങളായ ആളുകൾക്കുണ്ട് ളുഹ്റ് പോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഞമ്മക്കണ്ട് തോന്നല 3:45 ബാങ്ക് എന്ന്, എന്നിട്ട് അസറിലേക്ക് മുട്ടിക്കലാണ്. ആ പരിപാടി ഒഴിവാക്കണം. കിതാബം മൗക്കൂത്താന്ന് ആണുങ്ങളോട് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അത് നിർണയിക്കപ്പെട്ട നിസ്കാരമാണെന്ന് പറഞ്ഞത് ആണുങ്ങളോട് മാത്രമല്ല. ആണുങ്ങൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും, നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ആ സമയത്ത് നിസ്കരിക്കണം. അല്ലാതെ 3:45 ളുഹ്റും പിന്നെ 5:45 അല്ലെങ്കിൽ 6:15 അസറും അല്ല. നിർണയിക്കപ്പെട്ട സമയമാണ്. നിങ്ങളെ കയ്യിലുള്ള ഈ പറയപ്പെടുന്ന കറിക്ക് വേണ്ടിയിട്ട് അരച്ചതും അല്ലെങ്കിൽ ചോറിന് വേണ്ടി ഊറ്റിയതൊന്നും നജസല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. ലോകത്തിലെ ഏറ്റവും വലിയൊരു ആലിം ഒരു അടിക്കുറിപ്പ് എഴുതി. അദ്ദേഹം ഈ ലോകത്തോട് ഈ അടുത്തിടെ വിള പറഞ്ഞു. ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട്, ആ ഷെയർ ചെയ്തത് വേറെ ആൾക്കാരാണ്, അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതി ഏകദേശം 60ഓളം നിലയുള്ള ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും തെറിച്ചു നിൽക്കുന്ന ഒരു ഇതുണ്ട്, പിന്നെ ക്രെയിൻ അഥവാ ബിൽഡിങ്ങിലേക്ക് സാധനം കയറ്റുന്ന നീണ്ട ക്രെയിനാണ്. ആ ക്രെയിനിൻ്റെ മുകളിൽ നിന്നിട്ടൊരു സാധു മനുഷ്യൻ നിസ്കരിക്കുന്നു. പണിയായതുകൊണ്ട്, ചൂടുള്ള സമയമായതുകൊണ്ട്, പണി നടക്കുന്നുണ്ട്, താഴത്തേക്ക് ഇറങ്ങാൻ ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അവിടെ വെച്ചിട്ട് ളുഹ്ർ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയത്, അള്ളാഹു ഇദ്ദേഹത്തിന് എത്ര പ്രതിഫലം കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഹറം ഷെരീഫിൽ പോയിട്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് ഏറ്റവും പ്രതിഫലം കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ മദീനയിലാണ് പ്രതിഫലം കിട്ടുക. പക്ഷേ ഈ നിസ്കാരത്തിന് അള്ളാഹു അതിനേക്കാൾ ഒരു പക്ഷേ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ഒരു പക്ഷേ അള്ളാഹു ഈ നിസ്കാരത്തിന് അതിനേക്കാൾ പ്രതിഫലം കൊടുത്തേക്കാം. ആ സമയമാണ് പ്രശ്നം. മിനിയാന്ന് ഞാൻ ദുബായിൽ നിങ്ങോട്ട് വരുമ്പോൾ സുബഹി നിസ്കാരത്തിൻ്റെ സമയമാണ്. 4 മണിക്ക് അവിടുന്ന് ഫ്ലൈറ്റ് പൊങ്ങുകയും ചെയ്തു. എന്നാൽ 4:20 നിസ്കരിക്കാൻ. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുറ്റപ്പെടുത്തല്ല, അവിടുന്ന് സത്യത്തിൽ അവിടുന്ന് ഒതുകൊടുത്ത് കയറിയാൽ മതി, അരമണിക്കൂർ കഴിഞ്ഞാൽ ആ സീറ്റിലിരുന്ന് നിസ്കരിച്ചിട്ട് ആൾക്ക് ഉറങ്ങാം. പക്ഷെ ഞാനിങ്ങനെ വാച്ച് ചെയ്തപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരെ നിസ്കരിക്കുന്നില്ല. കാരണം യാത്രയിൽ എന്താ, അത് വീട്ടിൽ പോയിട്ട് കള്ളാ വീട്ടുക എന്നുള്ളൊരു പരിപാടിയാണ് എല്ലാവർക്കും. അതൊക്കെ നിർത്തണം. നമ്മളോട് പഠിപ്പിച്ചത് എന്താ? നമ്മളോട് പഠിപ്പിച്ചത് നിങ്ങൾ മൂത്രവാർച്ചക്കാരെ പോലെ, അഥവാ അപ്പം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം, ആശുപത്രി കിടക്കുകയാണ്, എന്നിട്ട് മൂത്രം ഇങ്ങനെ കുഴലിലൂടെ പോവാൻ, അവിടെ കിടന്ന് നിസ്കരിക്കണം. ആ നിസ്കാരം തീരുന്നത് വരെ ആ മൂത്രം പോലും നജസല്ല എന്നാണ് ഫിഖഹിൻ്റെ അവഗാഹതയുള്ള പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നത്. നിങ്ങൾ ചാണകക്കുഴിയിൽ വീണ് കിടക്കുകയാണ്, അവിടുന്ന് ഇളകാൻ പറ്റുന്നില്ല, കയ്യും കാലും അനക്കാൻ പറ്റുന്നില്ല, തല മാത്രമേ ഇളകുന്നുള്ളൂ. പക്ഷേ നിസ്കാരം ഖളാ ആണെന്ന് തോന്നിയാൽ അവിടെ നിന്നിട്ട് നിസ്കരിച്ചേക്കണം. സമയത്തെ പാലിക്കണം. നമുക്ക് ഈ ഖളാ കുറച്ച് കൂടുതലാണ്. ആ പരിപാടി നമ്മൾ ഒഴിവാക്കണം. ആശുപത്രിയിൽ ചില ആശുപത്രിയിൽ നിൽക്കണവർ വരെ നിസ്കരിക്കൂല. ഇവിടെ നജസ് ആണ് തീരുമാനിക്കുക, നമ്മളിവിടെ നജസാണെന്ന്. എപ്പോഴും ആശുപത്രി കഴുകി തുടക്കണം. അവിടെയൊക്കെ നിന്ന് നിസ്കരിക്കുമ്പോഴാണ് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമെന്ന്. എന്ത് രസമുണ്ടാവും പോകുന്ന ഫ്ലൈറ്റിൽ. അത് പിന്നെ മടക്കി നിസ്കരിക്കണം, അതൊക്കെ ഞങ്ങൾ ഉലമാക്കളോട് ചോദിച്ചോളി. ഫ്ലൈറ്റിൽ ഇങ്ങനെ നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആകാശത്തെ ഭേദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മേഘങ്ങളെ ഭേദിച്ചുകൊണ്ട് പോകുന്ന ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിന് എന്തൊരു ഇഷ്ടം ഉണ്ടാവും. ആർക്കെങ്കിലും ശല്യമുണ്ടോ സീറ്റിൽ ഇരുന്നിട്ടൊന്ന് നിസ്കരിക്കാൻ? ആർക്കും ശല്യമില്ലാതെ നമുക്ക് നിസ്കരിച്ച് പൂർത്തിയാക്കാവുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഇബാദത്ത് എന്ന് പറയുന്നത് കൃത്യമാക്കണമെന്ന് നമ്മൾ, പ്രത്യേകിച്ച് തിരിച്ചു പോയി വന്നവർ. മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏതാ? ഒന്ന് തഹജ്ജുദാണ്, മറ്റൊന്ന് നിർണിതമായ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സമയത്ത് നിർണിതമായ, മറ്റൊന്ന് ളുഹാ നിസ്കാരമാണ്. ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നതാണ്. ഒരു ദിവസത്തിൽ സ്ത്രീകൾക്ക് ചില സമയത്ത് പറ്റില്ല എന്ന് വെക്കാം, എന്നാൽ ഒരു ദിവസത്തിൽ ഖുർആൻ്റെ ഒരു പേജെങ്കിലും നോക്കാതെ കിടന്നുറങ്ങാത്ത മനുഷ്യരായി നമ്മൾ മാറണം. യാത്രാവേളയിൽ മുസ്ഹഫ് കൂടെ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മൊബൈലിലെങ്കിലും ഉണ്ടാവും നമുക്ക് ഖുർആൻ. ഒരു വരിയെങ്കിലും കാണാതെ കിടന്നുറങ്ങുന്നൊരവസ്ഥ നമുക്കുണ്ടാകരുത്. ഇങ്ങനെ ഇബാദത്തിൽ നിഷ്കർഷയുള്ള, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇബാദത്ത്. ഇതൊക്കെ കേട്ടിട്ട് ഇനി പെണ്ണുങ്ങൾക്ക് ഒസ്വാസ് വരണ്ടേ? കുറേ ആൾക്കാർ കൗൺസിലിങ്ങിൽ എന്നോട് പറയലുണ്ട്, രാത്രി 12 ആയാലും ഓല യശണ്ട് തീരൂല. പുതിയാപ്പിളമാർ പറയുന്നതാണ്. ഒസ്വാസിൻ്റെ കാര്യമല്ല, കൃത്യമായി നിർവഹിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒസ്വാസ് ഉണ്ടായാൽ വലിയ പ്രയാസമാണ്. അത് ഒഴിവാക്കാൻ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. വെറുതെ അതിന് കൗൺസിലിംഗ് ഒന്നും പോകണ്ട. ചില ആൾക്കാർക്കാണ്ട് കുളിമുറി കയറിയാൽ ഒരുപാട് പ്രയാസം. ചില ആൾക്കാർക്ക് ഒതു എടുത്തിട്ട് മനസ്സിനോടാണ്ട് പറയാം എത്ര മതി ഒതു എന്നുള്ളത്. അങ്ങനത്തെ ഒരിക്കൽ ഒസ്വാസ് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇബാദത്തിൽ ശ്രദ്ധിക്കുക. മൂന്നാമത്തത് സമയക്കുറവ്. മൂന്നാമത്തത് മുആമലാത്താണ്.
ഇനി വളരെ ശ്രദ്ധിക്കണം. ഇനി പറയുന്ന മൂന്നാമത്തത് മുആമലാത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മതയാണ്. സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മത. ഹജ്ജിന് പോയ സമയത്ത് പോലും കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല നമ്മൾ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഷെബീറിനെ എടുത്തിക്കൊണ്ട് പറയല്ല, നിങ്ങൾ കൊടുക്കാണ്ടല്ലോ എന്ന് നിനക്കറിഞ്ഞുകൂടാ, നമ്മൾ ആ സമയത്തും 5000 രൂപയ്ക്ക് പിശുക്കാൻ നോക്കും. ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്യുന്ന ഹജ്ജാണ് ഏറ്റവും നല്ല ഹജ്ജ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതാർക്ക്? ആളുകൾക്ക് തിന്നാൻ കൊടുക്കണം. നമ്മളവിടെ അറബികൾ കിട്ടുന്നത് നമ്മൾ കുറച്ച് വാങ്ങി തിന്നല്ലോ, നിങ്ങളെ കൂടെ പോയിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹറമിൽ നിന്ന് നേരെ മിനയിലേക്ക്, മിനയിൽ നിന്ന് അറഫയിലേക്ക്, അറഫയിൽ നിന്ന് മുസ്ദലിഫേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ചിക്കനും അതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ ഹജ്ജിന് വന്നവർ കൊടുക്കണത് തന്നെയാണ്. നമ്മൾ ഹജ്ജിന് പോയിട്ട് ഒരു കട്ടൻ ചായ പോലും ഒരാൾക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ഞങ്ങളെ പറ്റിയല്ല പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന ഹജ്ജാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ മക്ബൂലായത് എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ആളുകളെ തീറ്റിപ്പിക്കുക എന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടാകില്ല. അത് പോട്ടെ, ഇനിയുള്ള കാലം നമ്മൾ സാമ്പത്തിക സൂക്ഷ്മത പാലിക്കണമെന്നതാണ്. എന്താ സാമ്പത്തിക സൂക്ഷ്മത? ഇങ്ങോട്ട് വരുന്നതിലോ അങ്ങോട്ട് പോകുന്നതിലോ ഒരു ഹറാമുമില്ലാതിരിക്കുക എന്നതാണ് മുആമലാത്ത്. മുആമലാത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും അഞ്ചനും ചേട്ടനും തല്ലുകൂടിയിട്ട് പിതാവിൻ്റെ 1 സെന്റ് നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുആമലാത്തിൻ്റെ ഭാഗമാണ്. ആ 1 സെന്റ് കൊണ്ട് നമ്മുടെ ഹജ്ജ് പോലും കബൂലാകില്ല. കാരണം മുആമലാത്ത്, സാമ്പത്തിക സ്ഥിതി, സാമ്പത്തികപരമായ ഇടപാടുകൾ ശരിയല്ല എങ്കിൽ ഹജ്ജും ഇതൊന്നും ആകാശത്തേക്ക് ഉയർന്നിട്ടില്ല, അതെല്ലാം വൃഥാവിൽ പോകുമെന്നതാണ്. ഒരു മനുഷ്യൻ്റെ 1 ഇഞ്ച് ഭൂമിയോ ഒരു മനുഷ്യൻ്റെ 1 രൂപയോ നമ്മൾ അനാവശ്യമായി നമ്മളിലേക്ക്, അവിഹിതമായി നമ്മളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇനിയുള്ള കാലം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രത്തോളം ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ, ഇന്നലകളിൽ നമ്മൾ കാട്ടിക്കൂട്ടിയത് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ പോയിട്ട് അനിയത്തിയോട് പറഞ്ഞ, മോളെ 28 സെൻറ്റായിരുന്നു, അതിൽ 1/2 സെൻറ്റ് എനിക്ക് കുറവുണ്ട്, ഞാനിതാ വിട്ടുതരുന്നു എന്ന് പറയണം. എങ്കിലേ നമ്മുടെ ഹജ്ജൊക്കെ ഹജ്ജാവൂ. നമ്മൾ അങ്ങോട്ട് എത്ര വിട്ടുകൊടുക്കുന്നു, അള്ളാഹു അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കും. ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചും ആണുങ്ങളോട്, എന്നെ പോലെയുള്ള ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുന്നവരോട്, അല്ലെങ്കിൽ വലിയ കച്ചവടം നടത്തുന്നവരോട്, ആരുമാകട്ടെ, അവരൊക്കെ അതിൻ്റെ സൂക്ഷ്മത പാലിക്കണമെന്നതാണ്. കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ ഹജ്ജൊക്കെ കഴിഞ്ഞല്ലോ, അപ്പം നമ്മൾ ഫിറ്റായി, ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞ സെറ്റായി, ഇനി വേറൊന്നും നോക്കാനില്ല എന്നുള്ളതാണ്. സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ലളിതമായി ജീവിക്കണം, അതൊന്ന്. പക്ഷെ അതിലേറെ നമ്മൾ സൂക്ഷ്മമായി ജീവിക്കണം. ഒരാളിൽ നിന്നും അവിഹിതമായി നമുക്കൊന്നും വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണം. അതിൽ റിയൽ എസ്റ്റേറ്റുകാരുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കണം, നാട്ടു നടപ്പനുസരിച്ചുള്ളതല്ല, അയാളോട് പറഞ്ഞിട്ട് പൊരുത്തപ്പെട്ടത് തരാവൂ. അല്ലാതെ ഇത്ര ശതമാനം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അതിലിങ്ങനെ ആർത്തി പിടിച്ച് വാങ്ങല് പോലും മുആമലാത്തിൽ ചതിയാണ് എന്നതാണ്. നമുക്ക് പറയാനുള്ളത് പറയാമല്ലോ. ഞാൻ എന്തായാലും ഞാൻ മൈക്കിലൂടെ പറഞ്ഞതുപോലെ അത് റെക്കോർഡാക്കണം. ഒരൊറ്റ വിദ്യാർത്ഥികളിൽ നിന്നോ ഒരു പറമ്പച്ചോടത്തിൽ നിന്നോ, എൻ്റെ മധ്യസ്ഥത്തിൽ ഒരുപാട് പറമ്പച്ചോടം നടന്നിട്ടുണ്ട്, 1000 രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. ആ ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. 1000 രൂപ പോലും. അതിൻ്റെ അർത്ഥം ഇപ്പോൾ കമ്മീഷൻ വാങ്ങണ്ടെന്നൊന്നുമല്ല, നിങ്ങൾ വാങ്ങിക്കോ, പക്ഷെ പൊരുത്തപ്പെട്ട് വാങ്ങണം. അപ്പം നിങ്ങളിപ്പോൾ ആരോടാ ഇപ്പോൾ ഈ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും. ഇതാണ് ദീൻ. സാമ്പത്തിക സൂക്ഷ്മതയാണ്. സാമ്പത്തിക സൂക്ഷ്മത എത്രത്തോളം ഉലമാക്കൾ ചർച്ച ചെയ്യുന്നതെന്നറിയോ? നമ്മുടെ വീട്ടിൻ്റെ അരികിലൂടെ ഒരു റോഡ് പോകുന്നു, ആ റോഡ് ടാറിട്ട് പോവാണ്, ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. അതിലിടയ്ക്ക് മെമ്പർ നമുക്ക് നല്ലോണം അറിയണ മെമ്പറുമാണ്, അല്ലെങ്കിൽ MLA നല്ല പരിചയമുണ്ട്. അപ്പം നമ്മളെ ഗേറ്റിക്ക് കൊണ്ടൊന്ന് കയറ്റിയിടാൻ വേണ്ടിയിട്ട് പറയാം. അങ്ങനെ നമ്മളെ ഗേറ്റിലേക്ക് അതൊന്നാണ് കയറ്റിയിടുക. ആ കയറ്റിടുന്നതിന് 3.5 കോടി ജനതയോട് നിങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മാപ്പ് പറയണം. അവർ സ്വീകരിക്കുമെന്ന് അറിഞ്ഞൂടെ. കാരണം ഒരാളെ പറ്റിക്കണ മാതിരിയല്ല പൊതുഖജനാവിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ. പൊതുഖജനാവിൽ നിന്ന് എടുക്കുന്നത് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയാനുള്ളതാണ്. അഥവാ റോഡ് ടാറിടുന്ന സമയത്ത് അതിൽ നിന്നൊന്ന് കയറ്റി നമ്മുടെ ഇതിലേക്ക് കണ്ടിടല് പോലും 3.5 കോടി ജനതയുണ്ട് ഈ കേരളത്തിൽ. അത് കേന്ദ്ര ഫണ്ടാണെന്നുണ്ടെങ്കിൽ അതിലേറെ കുടുങ്ങി. 132 കോടി ജനതയോട് നമ്മൾ മാപ്പ് പറയണം. അതുകൊണ്ട് സൂക്ഷ്മമായി ജീവിക്കാൻ നമുക്ക് പറ്റണം. നമ്മളെ വീട്ടിലേക്കുള്ള റോഡൊക്കെ നമ്മളിടാനുള്ളതാണ്. അല്ലാതെ അത് ഓർഡർ പ്രകാരം പോകാനുള്ളതാണെങ്കിൽ നടന്നോട്ടെ, അതിലൂടെ കുറേ വഴികൾ പോകുന്നുണ്ട്, ആയിക്കോട്ടെ, ഇടാണെങ്കിൽ ഇട്ടോട്ടെ. പക്ഷെ നമ്മുടെ ഗേറ്റിലേക്ക് അതുപോലും സൂക്ഷിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും അധികം നമ്മൾ ചർച്ച ചെയ്യാറില്ല. സൂക്ഷ്മത പാലിക്കണം നമ്മൾ. എത്രത്തോളം ഞാൻ എൻ്റെ സ്ത്രീകളോട് പറയാം, മോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നിങ്ങൾ അവൻ്റെ ജ്യേഷ്ഠൻ്റെ പെരീക്ക് മുട്ടായി കൊടുത്തയച്ചപ്പോൾ 50 എണ്ണം കൊടുത്തയച്ച്, നിങ്ങളെ മോളെ കെട്ടിച്ചു കൊടുത്തേക്ക് 100 എണ്ണം കൊടുത്തയച്ച്, അതിന് വരെ കണക്ക് പറയേണ്ടി വരും. കാരണം സമതുല്യത കാണിച്ചില്ല. പെങ്ങളോടൊക്കെ ഒരു കൂടുതൽ, പെൺമക്കളോടൊക്കെ ഒരു കൂടുതൽ കൊടുത്തയക്കലാണ്.
ലക്ഷ്യസോപ്പ് ആകെ 10 കൊടുത്തിട്ടുണ്ടാവുള്ളൂ, അതിൽ 7 പെമ്മക്കൾ കൊടുക്കും. അത് വീതിക്കണം, ആളെണ്ണം വീതിക്കണം. അൽ ഖാസിമു ഫിന്നാർ, വിഹിതം വെക്കുന്നവൻ നരകത്തിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽ ഖാസിമു ഫിന്നാർ, വിഹിതം വെക്കുന്നവൻ നരകത്തിലേക്കാണ്, അത് സൂക്ഷിച്ചില്ല എങ്കിൽ. അതുകൊണ്ട് സൂക്ഷ്മമായ ജീവിതം നമുക്കുണ്ടാകണം. ആ സൂക്ഷ്മമായ ജീവിതം നമുക്കുണ്ടാകുമ്പോഴാണ് മുആമലാത്ത് എന്ന് പറയുന്നത് ശക്തമാകുന്നത്. പിന്നെയോ സാമ്പത്തികപരമായ ആളുകളെ സഹായിക്കലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും ഹജ്ജിന് പോകുന്നു, വീണ്ടും വീണ്ടും ഉംറക്ക് പോകുന്നു, പൊയ്ക്കോളൂ. പക്ഷെ നമ്മുടെ അയൽവാസിയിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആള് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ആ പോക്കും വൃഥാവിലാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ അയൽവാസികളെങ്കിലും, ഏറ്റവും വേണ്ടപ്പെട്ടവരെങ്കിലും അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് സാധിപ്പിക്കേണ്ടതാണ്. ഇതാണ് മുആമലാത്ത്. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ ആരും കൊണ്ടുവന്നില്ല എങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ പെട്ടി കൊണ്ടുവരുന്നു, അയൽവാസിയിൽ ഇതുവരെ ആ വാപ്പ ഗൾഫിക്ക് പോലും പോയിട്ടില്ല. ഒരു പെട്ടിയുടെ വാസന കേൾക്കാൻ അയൽവാസിക്ക് ആഗ്രഹമുണ്ട്. ആ കുട്ടികൾക്ക് ഇങ്ങനെ പെട്ടി തുറക്കുന്നത് കാണാനൊരു മോഹമുണ്ട്. പറ്റുമെങ്കിൽ അവരെ വിളിച്ചിട്ട് തുറപ്പിക്കണം. കാരണം അവരുടെ പിതാവ് പോകാത്തതാണ്, നിങ്ങൾ മാസം മാസം വരുന്നവരാണ്. അതുകൊണ്ട് ആ കുട്ടികളും കാണട്ടെ, ആ കുട്ടികൾക്ക് അതിൽ നിന്നെന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കുകയും വേണം. ഇങ്ങനെ അയൽവാസിയോട്, നമ്മുടെ ബന്ധുക്കാരോട് മുആമലാത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മമായ ജീവിതം നമുക്കുണ്ടാകണം. 4-മത്തേത് മുആശറാത്താണ്. 2 പോയിന്റും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം, കാരണം ഷെഡ്യൂൾ അനുസരിച്ച് ഇത് തീരേണ്ടതുണ്ട്. മുആശറാത്ത് എന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവിതമാണ്. നമ്മൾ വിചാരിച്ചത് നിസ്കരിച്ച് നോമ്പറ്റ് നല്ല പോലെ നടന്നാൽ അങ്ങോട്ട് എത്തുന്നതാണ്. പക്ഷേ ഇല്ലല്ലദീന ആമനു വഅമലു സ്വാലിഹാത്ത്, അമലു സ്വാലിഹാത്തിൽ 4 വിശദീകരിക്കുന്നത്. ഇബാദാത്ത്, അതേമാതിരി മുആമലാത്ത്, മുആശറാത്ത്, അഖ്ലാഖ്. ഇത് 4 പെർഫെക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഈമാൻ കൊണ്ട് മാത്രം നമ്മൾ എത്തുകയില്ല. ഈമാൻ ഇബാദത്തും മാത്രം ചെയ്ത് നമ്മൾ ചതിവ് പറ്റി വഞ്ചന കാണിച്ച് നമ്മുടെ സാമ്പത്തികത്തിൽ വഞ്ചന കാണിച്ചാൽ നമ്മൾ അങ്ങോട്ട് എത്തുകയില്ല. മുആശറാത്ത് അതിനേക്കാളും വലുതാണ് മുആശറാത്ത്. സാമൂഹിക ജീവിതമാണ്. എന്താ സാമൂഹിക ജീവിതം? നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളോട്, നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ ഭാര്യയോട്, അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ആളുകളോട് നല്ല സ്വഭാവത്തോടുകൂടി സംസ്കാരപരമായി, മുആശറാത്ത് എന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവിതമെന്നും അതേപോലെ തന്നെ സാംസ്കാരിക ജീവിതമെന്നുമാണ് അർത്ഥം. എല്ലാവരോടും സാമൂഹികമായി സാംസ്കാരികപരമായി നിൽക്കാൻ നമുക്ക് പറ്റണം. അത് ഏത് ജാതിയോടും, പ്രത്യേകിച്ച് ഹജ്ജിന് പോയി വന്നവരോട്. നമ്മൾ ലോക പുരുഷനാണ്. ഹജ്ജിന് വേണ്ടി പോയി വന്ന ആള് എന്ന് പറഞ്ഞാൽ ദ വേൾഡ് കേപ്പബിലിറ്റിയുള്ള അല്ലെങ്കിൽ വേൾഡ് ലീഡറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആത്മീയപരമായി ലോകത്തിൻ്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മനുഷ്യരോടും നല്ല രീതിയിൽ നിൽക്കാവൂ. ആരൊക്കെ വർഗീയത പറഞ്ഞാലും, ആരൊക്കെ വർഗീയതയിലേക്ക് ക്ഷണിച്ചാലും ഒരു മനുഷ്യനും വർഗീയതയിലേക്ക് പോകാൻ പാടില്ല. അത് മതസൗഹാർദ്ദത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത്. കാരണം ഹജ്ജിന് പ്രതിനിധിയായിട്ട് പോകുന്നതാണ്. നിങ്ങൾ ഹജ്ജിന് വേണ്ടി തവാഫ് ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ 30 ലക്ഷം ആളുകൾ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ആ 30 ലക്ഷം ആളുകൾ 700 കോടി ജനതയുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തിരിച്ചെത്തിയാൽ ഈ 30 ലക്ഷം ആളുകളുടെ ഏറ്റവും വലിയ പ്രയോഗമായിരിക്കണമെന്ത്? ഈ കാണുന്ന 700 കോടി ജനങ്ങളെയും ഒരേപോലെ സ്നേഹിക്കൽ. അവിടെ നമ്മൾ അത് പറഞ്ഞ് ഇത് പറഞ്ഞ്, ആ രാഷ്ട്രീയം പറഞ്ഞ് ഈ രാഷ്ട്രീയം പറഞ്ഞ്, രാഷ്ട്രീയം പോലും പരിധി വിട്ട് നമ്മൾ സംസാരിക്കരുത്. വ്യക്തിപരമായി നമ്മൾ അധിക്ഷേപിക്കരുത്. ഇതിൽ പല രാഷ്ട്രീയക്കാരും ഉണ്ടാവും. നമ്മളും ചില രാഷ്ട്രീയത്തോടൊക്കെ ഒത്തുനിന്ന് പോകുന്ന ആളാണ്. ഞാൻ ഒരു രാഷ്ട്രീയത്തിലോ ഒരു മതസംഘടനയിലോ ഇന്നേ വരെ ഞാൻ എന്തെടുത്തിട്ടില്ല, അതിന് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടേ ഇല്ല. ഒരു ഇതുവരെ ജീവിതത്തിൽ 47-ാമത്തെ വയസ്സാണ്, ഇന്നേ വരെ ഒന്നിലും ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഒന്നിൻ്റെ ലീഡറായിട്ടുമില്ല. ഞാൻ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയല്ല, അത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ചിലപ്പോൾ ഒരു സംഘടനയിലായിരിക്കാം. ആ സംഘടന മാത്രം പറയുന്നത് കേട്ട് എല്ലാവരെയും അധിക്ഷേപിച്ച് നടക്കാൻ നമ്മൾ ആളാകരുത്. അത് ഉലമാക്കൾ ചെയ്യുന്നുവെങ്കിൽ ചെയ്യട്ടെ, അവർക്ക് അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളും അറിയാം. നമ്മൾ സാധാരണക്കാരെ പോലെയുള്ള ആളുകൾ തീരുമാനിക്കരുത് ആരൊക്കെ സ്വർഗത്തിലേക്ക് പോകും, ആരൊക്കെ നരകത്തിലേക്ക് പോകുമെന്ന്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായത് സഹീഹ് ബുഖാരിയാണ്. ആ ബുഖാരി ഷരീഫിൽ വരുന്ന ഹദീസ്, ബുഖാരി, മുസ്ലിം, നസായി, തുർമിദി, ഇബ്നു മാജ, അബൂ ദാവൂദ്, ഇതൊക്കെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബുഖാരിയാണ്. അതുകൊണ്ട് ബുഖാരി ഷരീഫിൽ വരുന്ന ഹദീസ്, ഒരു പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിലേക്ക് പോയ സാലിഹത്തായ ഒരു പെണ്ണിനെ കുറിച്ചിട്ടാണ്. മർഅത്തുൻ സാലിഹ, നല്ല സ്ത്രീയായിരുന്നു, അള്ളാഹുവിൻ്റെ അടുക്കൽ വേണ്ടപ്പെട്ട ആളായിരുന്നു. പക്ഷേ ഒരു പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിലേക്ക് പോകേണ്ടി വന്നു എന്നതാണ്. എന്നാൽ സാനിയയായ, വ്യഭിചാരിണിയായ ഒരു പെണ്ണ്, അവളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു എന്നതാണ്. അപ്പോൾ ആരൊക്കെ പോകും, ആരൊക്കെ പോകില്ല എന്ന്
ദയവ് ചെയ്ത് നമ്മൾ ലിസ്റ്റ് ഇടരുത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ആരൊക്കെയാണ് കബൂലാവുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉലമാക്കൾ പറയുന്നതനുസരിച്ച് നടക്കാം, ബാക്കിയുള്ളവരോടൊക്കെ സംസ്കാരപരമായി പെരുമാറാം. ഒരിക്കലും വിദ്വേഷത്തിൻ്റെ ഒരു ലോകമുണ്ടായിരിക്കരുത്, പരസ്പര വൈര്യത്തിൻ്റെ ലോകമുണ്ടായിരിക്കരുത്. മനുഷ്യരെ മുഴുവനും നെഞ്ചോട് ചേർക്കാൻ നമുക്ക് പറ്റണം. കാരണം നമ്മുടെ അപ്പുറത്ത് എൻ്റെ വീടിൻ്റെ, എൻ്റെ തറവാട് വീടിൻ്റെ തൊട്ടപ്പുറത്ത് ജീവിക്കുന്നത് കൃഷ്ണൻകുട്ടിയേട്ടനാണ്, അപ്പുറത്ത് കുമാരേട്ടനാണ്, ഇപ്പുറത്ത് ഗോപാലേട്ടനാണ്, അപ്പുറത്താകട്ടെ ഉണ്ണിയേട്ടനാണ്, ഇപ്പുറത്ത് ചന്തുവേട്ടനാണ്, താഴോട്ട് പോയാൽ ഭാസ്കരനാണ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബാലകൃഷ്ണനാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ സുരേന്ദ്രനാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ പ്രവീണാണ്. ഇവരെയെല്ലാം മറന്നുകൊണ്ട് ജീവിക്കാൻ നമുക്കാകില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും നമ്മൾ മുമ്പ് നെഞ്ചിൽ ചേർത്തതുപോലെ ചേർക്കാൻ നമുക്ക് പറ്റണം. എല്ലാ മനുഷ്യരോടും സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. നമ്മൾ മമ്പുറന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മമ്പുറന്തങ്ങളുടെ സംസ്കാരം അതായിരുന്നു. മമ്പുറന്തങ്ങൾക്ക് കൂടെ നടക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. പക്ഷേ വിശ്വസ്തനായി കൂടെ കൂട്ടിയത് കൊന്തു നായരെന്ന് പറയുന്ന നായരെയാണ്. ടിപ്പു സുൽത്താനെ കൂടെ നടക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു, മഹാവീരനായിട്ടുള്ള ടിപ്പു സുൽത്താൻ. പക്ഷേ ടിപ്പു സുൽത്താൻ ഏറ്റവും കൂടെ കൊണ്ട് നടന്നത് പൂർണ്ണയ്യ എന്ന് പറയുന്ന ആളെയാണ്. ഇതേപോലെ തന്നെ കുഞ്ഞായിൻ മുസ്ലിയാർ, നമുക്കറിയാം മങ്ങാട്ടച്ഛനും കുഞ്ഞായിൻ മുസ്ലിയാരും. മങ്ങാട്ടച്ഛൻ്റെ ചിങ്കിടിയായി കൂടെ നടന്നത് കുഞ്ഞായിൻ മുസ്ലിയാരാണ്. സാമൂതിരിയുടെ കൂടെ നടന്നത് പ്രിയപ്പെട്ട കുഞ്ഞാലി മരക്കാരാണ്. ഇങ്ങനെയുള്ള പൈതൃകങ്ങൾ നമ്മൾ മറക്കരുത്. ഇന്ത്യ ആവശ്യപ്പെടുന്നൊരു സംസ്കാരമുണ്ട്. പല ആൾക്കാരും പല രാഷ്ട്രീയക്കാരും മോശമായ രീതിയിലേക്ക് പലരെയും ചേക്കേറിപ്പിക്കുമ്പോൾ ഹാജിമാരായ നമ്മുടെ ദൗത്യം, നമ്മുടെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നിന്നോളൂ, നമ്മുടെ സംഘടനയിൽ നിങ്ങൾ നിന്നോളൂ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും ആരും പറയുന്നില്ല. പക്ഷേ എല്ലാവരോടും സാംസ്കാരികപരമായി പെരുമാറാൻ ഈ അൽ ഹിന്ദിൻ്റെ പരിപാടിയിൽ വെച്ചിട്ടെങ്കിലും നമ്മൾ പറഞ്ഞോട്ടെ, മൊത്തം മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് നമ്മൾ ഹാജിയായി മാറുന്നത്. നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തെ, നമ്മുടെ നാട്ടിലെ, മറ്റുള്ള നാട്ടിലെ ആരെ കണ്ടാലും സ്നേഹത്തോട് കൂടിയിട്ടേ നമ്മൾ സംസാരിക്കാവൂ, സ്നേഹത്തോടെ നമ്മൾ പെരുമാറാവൂ. അതിൻ്റെ അർത്ഥം ആകെ ഇഴകൂടി ജീവിക്കണമെന്നല്ല. അതിൻ്റെ അർത്ഥം പോയിട്ട് എന്നാ ശരി അവിടുത്തെ ഒരു ഹൈന്ദവ കുട്ടിനെ പ്രണയിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് മുസ്ലിമാക്കണം എന്നല്ല. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, എല്ലാവരും നല്ല സൗഹാർദ്ദത്തോടു കൂടി, അതാണ് മുആശറാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ സമയത്ത്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, വഫാത്താകാൻ സമയത്ത് തൻ്റെ കുറച്ച് സാധനങ്ങൾ, പടയങ്കി എന്നും പലതും അതൊക്കെ ഉണ്ടത്, അത് കൊണ്ടുപോയി പണയം വെക്കുന്നത് അയൽവാസിയായ ഒരു ജൂതൻ്റെ വീട്ടിലാണ്. അതിനെക്കുറിച്ച് അബുൽ ഹസൻ നദവി സാഹിബ് അപഗ്രഥിച്ചിട്ട് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താ, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ കുറച്ച് സാമ്പത്തികം കിട്ടാൻ വേണ്ടി അതന്നെയായിരുന്നു. പക്ഷേ അന്ന് നിങ്ങളറിയോ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അതിസമ്പന്നനാണ്. ഉസ്മാൻ ദുന്നൂറൈൻ, 2 പെൺമക്കളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മകൾ മരിച്ചതിന് ശേഷം, വഫാത്തായതിനു ശേഷം വേറൊരു മകളെയും കൂടി കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അതാണ് ഉസ്മാൻ റളിയല്ലാഹു തആല. അതുകൊണ്ട് ദുന്നൂറൈൻ എന്ന പേര് വന്നത്. മരുമകനാണ്, 2 മക്കളെ കെട്ടിയ മരുമകൻ. എത്രയോ സമ്പന്നനായിരുന്നു. അവരോടാരോടും കടം ചോദിക്കാതെ ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് പണയം വെച്ചത് എന്തിനാണെന്നറിയോ? അയൽവാസിയോട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. സ്വന്തം അയൽ നാട്ടിലെ അയൽവാസികളായ ആളുകളോട് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ ഇന്നത് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ട ഹാജിമാരോട് പറഞ്ഞോട്ടെ, മുആശറാത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ മുആശറാത്ത് തുടങ്ങുന്നത് മാതാപിതാക്കളോടുള്ള നല്ല ബന്ധമാണ്. അത് പിന്നെ തുടങ്ങുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള നല്ല ബന്ധമാണ്. അത് പിന്നെ തുടങ്ങുന്നത് മക്കളെ സ്നേഹപൂർവ്വം കൊണ്ടു നടക്കലാണ്, മക്കളെ നെഞ്ചോട് ചേർക്കലാണ്, മക്കളോട് ഗൗരവത്തിൽ നിൽക്കലല്ല. പറ്റുമെങ്കിൽ മക്കളെയും കൊണ്ട് കുളിക്കാൻ പോകണം, ആൺകുട്ടികളെയും കൊണ്ട് കുളിക്കാൻ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, മക്കൾ നമ്മളെ പിടിച്ച് ഉന്തുക, മക്കളെ പിടിച്ച് നമ്മൾ ഉന്തുക. അപ്പോഴേ നമ്മൾ നല്ല വാപ്പാവുള്ളൂ. അല്ലാതെ ഇങ്ങനെ കൊലായിൽ ഇങ്ങനെ ഗൗരവപൂർവ്വം ഇരിക്കുന്ന വാപ്പയല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെയും പേരമക്കളെയും തോളിലേറ്റിയിട്ട് നടക്കാറുണ്ടായിരുന്നു എന്ന് എത്രയോ ഹദീസിൽ നമുക്ക് കാണാം. പിതാക്കന്മാരതാണ്. മാതാക്കൾ ഒക്കത്തിരുത്തിട്ട് നടക്കുക. ഒക്കത്തിരുത്തിയിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നെപ്പോലെ നീയും കണ്ടോ എന്നുള്ള, കാരണം സമമായിരിക്കും. എന്നാൽ പിതാക്കൾ തോളിലേറ്റിയിട്ടാണ് നടക്കുക. ഞാൻ കാണാത്തതും നീ കാണൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ കാണാത്തതും നീ കാണും. അങ്ങനെ മക്കളെ സ്നേഹിച്ചു കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റണം. അതോടൊപ്പം അയൽവാസികൾ, ബന്ധുക്കൾ, ഇളച്ചി, മൂത്തച്ചി, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ കുറേ പറഞ്ഞു തീർത്തതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളെ കൊണ്ട് നമ്മുടെ വീട്ടിലെ ഒരാളും കണ്ണീര് കുടിക്കരുത്. അന്യ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള മരുമകളുണ്ടാവും. നമ്മൾ ഹജ്ജ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഹാജയുടെ പ്രകൃതമായിരിക്കണം നമ്മൾ പുറത്തെടുക്കേണ്ടത്. മരുമക്കൾ ചിലപ്പോൾ മോഡേൺ
കോൺസെപ്റ്റിൽ പലതുമായിരിക്കാം. അവരോട് സ്നേഹപൂർവ്വം നിന്നിട്ട് അവരെ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റണം. കാരണം അവർ കോളേജിൽ പഠിച്ചവരാണ്, അങ്ങനെ പഠിച്ചവരാണ്, ഇങ്ങനെ പഠിച്ചവരാണ്. നമ്മൾ ആ സാഹചര്യത്തിൽ വളർന്നവരല്ല. അവരെ സ്നേഹപൂർവ്വം തിരുത്തുക എന്നല്ലാതെ ഒരിക്കലും എന്താക്കരുത്, ഗൗരവമായി അടി, ഇടി, ചീത്ത, പുറത്താക്കൽ, എന്നിട്ട് മോശത്തരങ്ങൾ പറയരുത്. ദയവ് ചെയ്തിട്ട് അവരെ സ്നേഹത്തോടെ നെഞ്ചിൽ ചേർക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ അമ്മായിമ്മ, യുവതികളായ ആളുകൾ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മമാർ ശ്രദ്ധിക്കണം. ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മളെ പ്രിയപ്പെട്ട അമ്മായിമ്മമാർ അവർ ദുഃഖത്തിലാണെങ്കിൽ നമ്മുടെ ഹജ്ജ് എവിടെ കിടക്കുന്നു? അതുകൊണ്ട് അവരോടൊക്കെ സ്നേഹത്തോടെ പെരുമാറാൻ നമുക്ക് പറ്റണമെന്നതാണ്. ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ നമുക്ക് പറ്റണം. 5-മത്തത് മുആശറാത്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഖ്ലാഖാണ്. അഖ്ലാഖ് എന്ന് പറഞ്ഞ ഖുലുഖിയാത്ത്, നല്ല സ്വഭാവത്തോടു കൂടിയായിരിക്കണം. ഇങ്ങോട്ടെന്ത് ചെയ്താലും അങ്ങോട്ട് നല്ലത് മാത്രം ചെയ്യുന്നതിൻ്റെ പേരാണ് അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ. ആ ദറജയ്ക്ക് എത്തണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ടാണ് നാളെ മഹ്ശറയിൽ മീസാനിൽ തൂക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തൂങ്ങൽ അഖ്ലാഖാണെന്ന് പറയാനുള്ള കാരണം. ഈമാൻ, ഇബാദാത്ത്, മുആമലാത്ത്, മുആശറാത്ത്, അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ അഖ്ലാഖ് അത്ര പ്രധാനപ്പെട്ടതാണ്. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാലും അങ്ങോട്ട് നല്ല രീതിയിൽ നിൽക്കാനുള്ളൊരു ത്രാണിത്വം ഉണ്ടാകണം. സ്വന്തം മകളെ കൊന്നവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് റളിയല്ലാഹു തആലയെ വധിച്ചതാണ്. ആ കാരണത്താലാണ് വഫാത്തായത്. അവർക്ക് പോലും മാപ്പ് കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഇങ്ങോട്ടെന്ത് ചെയ്താലും അങ്ങോട്ട് മാപ്പ് കൊടുക്കണം. ആ ഒരവസ്ഥയിൽ നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിതം അങ്ങനെ ചിട്ടപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി പോകാനുള്ള ആളുകളോട് വെറും 2 വാക്ക് എനിക്ക് പറയാനുള്ളൂ. ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് മരുകളോട് നല്ല പോലെ ആകാമെന്ന് വിചാരിക്കണ്ട. ഇപ്പോഴേ നല്ല പോലെ ആവുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും പാലിക്കുക. സാമ്പത്തികമെന്ന് പറഞ്ഞാൽ അത് വളരെ ഹലാലായതായിരിക്കണം. ഒരിക്കലും എന്താക്കരുത്. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ ഈ പ്രാവശ്യവും മരുമക്കളാണ് കൊണ്ടുപോകുന്നതാണ് അറിഞ്ഞത്. എന്തോ ആകട്ടെ, അവസാനം വരെ പ്രാർത്ഥിച്ചിരുന്നത് പടച്ചോൻ എൻ്റെത് കിട്ടാതിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, കിട്ടാതിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം 7 ലക്ഷം എത്രയാണോ വെറുതെ എന്തിനാ കൊണ്ടേ കൊടുക്കണമെന്ന് ചില ആൾക്കാർക്കൊരു ധാരണ ഉണ്ട്. പിന്നെ മക്കളയച്ചിട്ട് വാപ്പാര്, ഞാൻ അങ്ങനെ ഹജ്ജ് ക്യാമ്പിൽ പോയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഹജ്ജ് ക്യാമ്പിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ വയസ്സന്മാരൊക്കെ കാണുമ്പോൾ അവർ പറയും, ഞാൻ ഈ കൊല്ലം പോകണമെന്ന് വിചാരിച്ചിരുന്നില്ല, പിന്നെ മോൻ പൈസ അയച്ചുകാണ്ട് പറഞ്ഞ് നിങ്ങളൊന്ന് പോയിട്ട് പോരുന്നു. ഇതിങ്ങനെ വിരുന്നിനോണമായില്ല ചിലരുടെ പോക്ക്. മോൻ പൈസ അയച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ പോയിട്ട് പോരുന്നു, അങ്ങനെ ഉണ്ട് പോകുന്നതാ, ഞാൻ പോകണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. അമ്മാതിരി നെയ്യത്തിലൊന്നും നമ്മൾ പോകാൻ നിൽക്കരുത്. നമ്മൾ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം, അതിനുവേണ്ടി ഒരുങ്ങണം, അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ സുന്ദരമായി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകാൻ നമുക്ക് പറ്റണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഹജ്ജിയായി ജീവിക്കൽ, ഹജ്ജ് ചെയ്യൽ എളുപ്പമാണ്, ഹാജിയായി ജീവിക്കൽ വളരെ പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് അൽ ഹിന്ദിൻ്റെ ഈ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇനി മുതൽ നമ്മുടെ വീട്ടിൽ ഒരു മരുമകളും കരയരുത്, ഒരു ഭാര്യയും കരയരുത്, ഒരു ഭർത്താവും സങ്കടപ്പെടരുത്, ഒരു മക്കളും മോശത്തരത്തിലേക്ക് പോകരുത്. നമ്മൾ തിരിച്ചു പോകുന്ന നല്ലൊരു സ്വഭാവത്തോടു കൂടിയായിരിക്കണം, കൂടുതൽ ഹാജിയുടെ സ്വഭാവത്തോടു കൂടിയായിരിക്കണം. ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നാൽ അതായിരിക്കണം ഏറ്റവും നല്ലത്. അതോടൊപ്പം ഹജ്ജിന് പോകുന്നവർ, അത് ഒരുപാട് ദിവസമുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട. ഹജ്ജിന് പോകുന്നത് എന്ന് പറഞ്ഞാൽ അതാ ഇതുപോലെ അങ്ങോട്ട് കടന്നു വരും. ഇപ്പം മുതൽ അതിന് തയ്യാറാവുക, പേപ്പറുകൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുക. അങ്ങനെ സുന്ദരമായിട്ട് നമുക്ക് ഹജ്ജ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ജിന്ദഗി ഗുസാരോ റമസാൻ കി തര, മൗത്ത് ആയേഗി ഈദ് കി തര എന്ന കവിത ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ജീവിതം റമദാനെ പോലെ കൊണ്ടുപോവുക, അപ്പോൾ നിങ്ങളുടെ മൗത്ത് ആയേഗി ഈദ് കി തര, മരണം കടന്നു വരും പെരുന്നാൾ പോലെ. എല്ലാവരും കരയുമ്പോൾ കഫംപുടയിൽ കിടന്നുകൊണ്ട്, അതിനെ തൊട്ടുകൊണ്ട് എല്ലാവരും കരയുമ്പോൾ കഫംപുടയിൽ കിടന്നുകൊണ്ട് നമുക്ക് ചിരിക്കാം. ആത്മീയപരമായ ചിരി, ദാ ഞാൻ പോവുകയാണെന്ന ചിരി. അതിനാണ് ഈമാനിയാത്ത്, ഇബാദാത്ത്, മുആമലാത്ത്, മുആശറാത്ത്, അഖ്ലാഖ് അഥവാ വിശ്വാസപരമായ കാര്യം, കർമ്മങ്ങളുടെ കാര്യം, സാമ്പത്തിക കാര്യത്തിലെ സൂക്ഷ്മത, സാമൂഹികപരമായ ജീവിതത്തിലെ സൂക്ഷ്മത, അഖ്ലാഖ് പവിത്രമായ സ്വഭാവം. ആ സ്വഭാവത്തിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം കബൂൽ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.